ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അവലുകൊണ്ട് ഒട്ടും കുഴഞ്ഞു പോവാത്ത രീതിയിൽ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ വീഡിയോയിലിട്ടിട്ടുള്ള റെസിപ്പി. ഈ ഉപ്പുമാവ് ഉണ്ടാക്കാൻ ഇതുപോലുള്ള അവല്, നല്ല കട്ടിയുള്ളതുമല്ല നല്ല വെളുത്ത അവലുമല്ല, ഈ ഒരു പാകത്തിലുള്ള അവല് 4 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഈ അവലിനി 2 പ്രാവശ്യം ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുക്കണം. വെള്ളത്തിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് പെട്ടെന്ന് ഒന്നിങ്ങോട്ട് ഊറ്റിയെടുക്കണം, മറ്റേ അലിഞ്ഞു പോകും കേട്ടോ. ഇപ്പോൾ ഈ അവൽ 2 പ്രാവശ്യം കഴുകിയതിന് ശേഷം കൈ കൊണ്ടാണ് കേട്ടോ നല്ലോണം പിഴിഞ്ഞിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു മുറി തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു സവാള, ഇതൊക്കെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഉപ്പുമാവ് ഉണ്ടാക്കാൻ തുടങ്ങുക. അതിന് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കടുകിട്ട് പൊട്ടിക്കുക. ഇപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഞാൻ 2 വറ്റൽമുളക് ചെറുതാക്കി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരട്ടെ. ഇപ്പോൾ കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ 2 പച്ചമുളക് അരിഞ്ഞതും ഇഞ്ചി അരിഞ്ഞതും ഇട്ട് കൊടുക്കുക. ആ ഇഞ്ചീൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരണം, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി അരിഞ്ഞു വെച്ച സവാളയിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് വഴറ്റിയെടുക്കുക. ഈ സവാള വല്ലാതെ അങ്ങോട്ട് വഴണ്ട് മൊരിയൊന്നും വേണ്ട കേട്ടോ, ഇതൊന്നിങ്ങനെ വാടി കിട്ടിയാൽ മതി. ഇപ്പോൾ അങ്ങനെ ആയിട്ടുണ്ട്. ഇനി ആ തേങ്ങ ചിരകിയത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ആ പച്ചമുളകൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. ഇതിപ്പോൾ 4 ഗ്ലാസ് അവലിലേക്ക് ഞാനൊരു മുറി തേങ്ങയാണ് കേട്ടോ ചിരകിയെടുത്തത്. ഇപ്പോൾ ഇത് നല്ലോണം ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഊറ്റി വെച്ച അവൽ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പൊടിയുപ്പാണ്, അത് നല്ലോണം ഒന്ന് വിതറി ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഉപ്പ് എല്ലായിടത്തേക്കും ആവാൻ വേണ്ടിയിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്തൊക്കെ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണേ, മറ്റേ അടി കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. എന്നിട്ട് ഇതൊക്കെ കൂടി നല്ലോണം ഇളക്കിയതിന് ശേഷം നടുവിലേക്ക് ഇങ്ങനെ തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒരു മൂടി എടുത്തിട്ട് അടച്ച് വയ്ക്കുക. ഒരു 5 മിനിറ്റ് ഒന്നങ്ങനെ ആവിയിൽ കിടന്നിട്ട് വേവട്ടെ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. മൂടി തുറന്ന് നോക്കുക. നല്ലോണം ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കുക. ഞാൻ മൂടിയിൽ നിന്ന് വീണ ആവി വെള്ളമൊക്കെ ഉണ്ടല്ലോ, അതൊന്നും കൂടി ഡ്രൈ ആക്കി എടുക്കുക. ഇപ്പോൾ നല്ലോണം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ആക്കുക. അങ്ങനെ അടിപൊളി ടേസ്റ്റിൽ ഒരു അവലുപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റുക. ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ട് കേട്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. പപ്പടോ പഴമോ എന്തെങ്കിലും ഇതിന് കോമ്പിനേഷനായിട്ട് കൂട്ടാം. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോവരുതേ. കമൻറ്റും എഴുതി അറിയിക്കണേ.